തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണപ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ തെരുവ് യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം കടുത്ത കയ്യാങ്കളിയും സംഘർഷവും. യുഡിഎഫ് അംഗങ്ങളുടെ കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിൽ അജണ്ടകൾ കൂട്ടത്തോടെ പാസാക്കി കൗൺസിൽ യോഗം പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് കോർപ്പറേഷൻ ഹാളിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. കാപ്പ കേസിൽപ്പെട്ട് നിലവിൽ ജയിലിൽ കഴിയുന്ന ബി.ജെ.പി കൗൺസിലറായ ആർ സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യുഡിഎഫ് കൗൺസിലർമാർ കൗൺസിലേറ്റിന്റെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. എന്നാൽ യോഗത്തിനു ശേഷം ഹാജർ രജിസ്റ്ററിനെ ചൊല്ലി ബി.ജെ.പി, യു.ഡി.എഫ്, എൽ.ഡി.എഫ് അംഗങ്ങൾ തമ്മിൽ വലിയ പിടിവലിയും രജിസ്റ്റർ കീറാനുള്ള ശ്രമവും നടന്നു. നിലവിൽ കോർപ്പറേഷൻ പരിസരത്ത് വൻ പോലീസ് സന്നാഹമാണ് ക്യാമ്പ് ചെയ്യുന്നത്. ഒരു നഗരസഭയിലെ സാധാരണ ഹാജർ രജിസ്റ്ററും മിനിറ്റ്സ് ബുക്കും ഒടുവിൽ ജനപ്രതിനിധികൾ തമ്മിലുള്ള തെരുവ് യുദ്ധത്തിന് സമാനമായ കയ്യാങ്കളിയിലേക്ക് വഴിവെച്ചത് എന്തുകൊണ്ടാണെന്ന് നോക്കിയാൽ കേവലം ഒപ്പുവെക്കുന്ന ഒരു പുസ്തകത്തിന് വേണ്ടി ബി.ജെ.പിയും യു.ഡി.എഫും തമ്മിൽ ഇത്ര വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയതിന് മേൽ കൃത്യമായൊരു നിയമപരമായ ചതിക്കുഴിയും വലിയൊരു രാഷ്ട്രീയ തന്ത്രവുമുണ്ട്. ഈ വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു തൃശൂർ വിയൂർ അതിശക്ത സുരക്ഷാ സെന്റർ ജയിലിൽ കഴിയുന്ന ബി.ജെ.പി കൗൺസിലർ ആർ സുഗതനാണ്. കേരള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം അഥവാ കാപ്പ നിയമപ്രകാരമാണ് ബി.ജെ.പി കൗൺസിലർ ആർ സുഗതൻ അറസ്റ്റിലായത്. ഒരു ജനപ്രതിനിധി തന്നെ ഗുണ്ടാ നിയമപ്രകാരം ജയിലിൽ കഴിയുന്നത് കോർപ്പറേഷന്റെ ചരിത്രത്തിൽ തന്നെ വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി കൗൺസിൽ സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്നും അദ്ദേഹത്തെ അടിയന്തരമായി പുറത്താക്കണമെന്നുമാണ് പ്രതിപക്ഷമായ യു.ഡി.എഫും എൽ.ഡി.എഫും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. ഹാജർ രജിസ്റ്ററിൽ ഒപ്പിടുക എന്നത് സുഗതന്റെ നിലനിൽപ്പിനെ തന്നെ പ്രശ്നമാണ്. നിയമസഭയുടെ ചട്ടപ്രകാരം കൗൺസിലർമാർ കർശനമായ അച്ചടക്ക നിയമമുണ്ട്. നഗരസഭാ ചട്ടങ്ങൾ അനുസരിച്ച് മുൻകൂട്ടി അനുമതി വാങ്ങാതെ തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ ഒരു ജനപ്രതിനിധിയും പങ്കെടുക്കാതിരുന്നാൽ ആ കൗൺസിൽ സ്ഥാനം അയോഗ്യമാക്കപ്പെടാം. സുഗതൻ നിലവിൽ ജയിലിലായതിനാൽ കഴിഞ്ഞ യോഗങ്ങളിലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതാണ് ബി.ജെ.പിയെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നത്. ഈ യോഗത്തിലും കൂടി സുഗതൻ ഹാജർ രേഖപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൗൺസിൽ സ്ഥാനം നിയമപരമായി തെറിക്കും. അത് ബി.ജെ.പിക്ക് കോർപ്പറേഷനിൽ ഒരു വാർഡ് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നയിക്കും. അവിടെയാണ് പ്രതിപക്ഷം വലിയൊരു രാഷ്ട്രീയ അട്ടിമറി ആരോപണം ഉന്നയിക്കുന്നത്. സുഗതനെ അയോഗ്യതയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മേയർ വി രാജേഷ് ഹാജറും രജിസ്റ്റർ മിനിറ്റ്സ് ബുക്കും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് യു.ഡി.എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് കെ.എസ്. ശബരിനാഥ് ആരോപിക്കുന്നത്. ഈ ഒളിച്ചുകളി മനസ്സിലാക്കി യു.ഡി.എഫ് അംഗങ്ങൾ മേയറുടെ പക്കൽ നിന്നും ഔദ്യോഗിക രേഖകൾ ബലമായി പിടിച്ചെടുത്തു. ഇത് കണ്ട ബി.ജെ.പി കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ ഫയലുകൾ തിരികെ വാങ്ങാൻ യു.ഡി.എഫ് നേതാക്കളെ കായികമായി നേരിട്ടതോടെയാണ് കൗൺസിൽ ഹാൾ അപ്പാടെ ചോരക്കളമായി മാറിയത്. ഹാജർ രജിസ്റ്ററിനായുള്ള പിടിവലിക്ക് പിന്നാലെ കൗൺസിലർമാർ തമ്മിൽ പരസ്പരം മുദ്രാവാക്യം വിളിക്കുകയും കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയുമായിരുന്നു. ഇതിനിടയിൽ പ്രതിപക്ഷത്തെ വനിതാ കൗൺസിലർമാർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായതായും പരാതികൾ ഉയർന്നിട്ടുണ്ട്. ബി.ജെ.പി കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ചെമ്പഴന്തി ഉദയനെതിരെയാണ് യു.ഡി.എഫ് കടുത്ത ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ചെമ്പഴന്തി ഉദയൻ സഭയിലെ വനിതാ കൗൺസിലർമാർക്കെതിരെ കായികമായ കയ്യേറ്റം ചെയ്തുവെന്നും സഭയുടെ ഔദ്യോഗിക മിനിറ്റ്സ് ബുക്ക് ബലമായി പിടിച്ചുവാങ്ങാൻ ശ്രമിച്ചുവെന്നുമാണ് യു.ഡി.എഫ് അംഗങ്ങൾ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. ഒരു ജനപ്രതിനിധി ക്രിമിനൽ കേസിൽ ജയിലിൽ കിടക്കുമ്പോഴും സഭയ്ക്കുള്ളിൽ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം രജിസ്റ്ററിനും മിനിറ്റ് ബുക്കിനും വേണ്ടി ജനപ്രതിനിധികൾ തെരുവ് യുദ്ധം നടത്തുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിലെ മറ്റൊരു കറുത്ത അധ്യായമായി മാറുകയാണ്. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.